ആളുകൾ കൂട്ടത്തോടെ എത്തുന്ന സിനിമയ്ക്കായിക്കാണ് തിയേറ്റർ വ്യവസായം കാത്തിരിക്കുന്നത്. അത്തരം സിനിമകൾ വല്ലപ്പോഴുമാണ് എത്തുന്നതെങ്കിലും ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായം വന്നാൽ തിയേറ്ററുകൾ പൂരപ്പറമ്പുകൾ ആവാറുണ്ട്. ഇപ്പോഴിതാ മോഹൻലാൽ നായകനായ ഒരു ചിത്രം തിയേറ്ററിൽ ജനസാഗരമായിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ആരാധകരുള്ള ഫ്രാഞ്ചൈസികളിൽ ഒന്നായ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗമാണ് ആ ചിത്രം. വൻ കാത്തിരിപ്പിനൊടുവിൽ മോഹൻലാലിന്റെ പിറന്നാൾ ദിനമായി ഇന്നലെ ചിത്രം തിയേറ്ററിലെത്തിയത്. ആഗോളതലത്തിൽ മികച്ച ഓപ്പണിംഗ് ചിത്രത്തിന് രണ്ടാം ദിനവും മികച്ച ബുക്കിംഗുമാണ് ലഭിക്കുന്നത്. ആദ്യ ദിനത്തെ കൊണ്ട് തന്നെ ചിത്രം ഒരു പ്രധാന നാഴികക്കല്ല് പിന്നിടുന്ന് ഉറപ്പാവുകയും ചെയ്തു. ഈ ചിത്രത്തിനായി പ്രേക്ഷകർ എത്രത്തോളം കാത്തിരിക്കുന്നു എന്നുള്ള വെളിവാക്കിയ അഡ്വാൻസ് ബുക്കിംഗ് ആയിരുന്നു ദൃശ്യം 3 ലഭിച്ചത്. 11 ദിവസങ്ങൾക്ക് മുമ്പാണ് ചിത്രത്തിന്റെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത്. പ്രമുഖ ട്രാക്കർമായ സാൻസിക്കിന്റെ കണക്ക് പ്രകാരം ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് ചിത്രം നേടിയത് നെറ്റ് കളക്ഷൻ 15.85 കോടിയും ഗ്രോസ് 18.37 കോടിയുമാണ്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നാവട്ടെ 43.37 കോടിയും. എന്നാൽ കേരളത്തിൽ നിന്നുള്ള ട്രാക്കർമാർ ആഗോളതലത്തിൽ ഇതിനേക്കാൾ വലിയ സംഖ്യയാണ് പറയുന്നത്. ആഗോള ഓപ്പണിംഗിൽ 46 കോടിക്ക് മുകളിൽ വരുമെന്നാണ് അവരുടെ കണക്കുകൾ. എന്നാൽ ഇതൊക്കെ ആദ്യത്തെ കണക്കാണ്. ഇന്ന് അന്തിമ കണക്കുകൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം രണ്ടാം ദിനവും വൻ ബുക്കിംഗാണ് ചിത്രത്തിന്. ബുക്ക് മൈ ഷോയിൽ പല ഘട്ടങ്ങളിലും മണിക്കൂറിൽ 20,000 ടിക്കറ്റിന് മുകളിൽ വിൽപ്പന ഉണ്ടായിരുന്നു. ട്രാക്കർമാരുടെ കണക്ക് പ്രകാരം ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ ദൃശ്യം 3 ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് വാരാൻ പോകുന്നത് 85 മുതൽ 90 കോടി വരെയാണ്. അതായത് 3 ദിവസം കൊണ്ട് ചിത്രം 100 കോടി കടക്കുമെന്ന് ഉറപ്പായി. ഇതോടെ ഏറ്റവും വേഗത്തിൽ 100 കോടി പിന്നിടുന്ന രണ്ടാമത്തെ മലയാള ചിത്രമായി മാറും ദൃശ്യം 3. ഏറ്റവും വേഗത്തിൽ 100 കോടി ക്ലബ്ബിലെത്തിയ മലയാള ചിത്രം എമ്പുരാനാണ്. വെറും 2 ദിവസം കൊണ്ടാണ് എമ്പുരാൻ ഇത് സാധ്യമാക്കിയത്. അടുത്ത സ്ഥാനത്തുള്ള തുടരും 6 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്.